നമസ്കാരം. വിനായക ചതുർത്ഥിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടുതൽ അനുകൂലമാകുന്ന നക്ഷത്രക്കാരെ കുറിച്ച് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. ഭഗവാന്റെ അനുഗ്രഹത്താൽ ഇവർക്ക് വളരെ അനുകൂലമായ ചില കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നു. സകല വിഘ്നങ്ങളും ജീവിതത്തിൽ നിന്നും ഒഴിയുകയും സൗഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോകുന്ന ആ നക്ഷത്രക്കാരെ കുറിച്ച് വിശദമായി തന്നെ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. ഏവരും ഓം ഗം ഗണപതയേ നമ എന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. മേടം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് അശ്വതി, ഭരണി, കാർത്തിക എന്നീ നക്ഷത്രക്കാർ. മേടം രാശിക്കാർക്ക് പ്രതീക്ഷിക്കാത്തതായ സൗഭാഗ്യങ്ങൾ ഭഗവാന്റെ അനുഗ്രഹത്താൽ തേടിയെത്തുന്നതായ സമയമാകുന്നു. പ്രതീക്ഷിക്കാതെ തന്നെ ചില കാര്യങ്ങൾ അനുകൂലമായി ഭവിക്കും. ഭഗവാന്റെ അനുഗ്രഹത്താൽ ഭഗവാന്റെ പിറന്നാൾ മുതൽ കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി തീരും എന്നതാണ് വാസ്തവം. കൂടാതെ ജീവിതത്തിൽ അനുഭവിക്കുന്നതായ പല വിധത്തിലുള്ള തടസ്സങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും അകലും. പ്രധാനമായും കർമ്മരംഗവുമായി ബന്ധപ്പെട്ട് തടസ്സങ്ങൾ ഒഴിയുകയും സാമ്പത്തിക നേട്ടങ്ങൾ തേടിയെത്താം. സാമ്പത്തിക കാര്യങ്ങൾക്കുള്ള തടസ്സങ്ങൾ പോലും ഒരു പരിധിവരെ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കുവാൻ സാധിക്കുന്ന സാഹചര്യമാണ് വന്നു ചേരുക. സന്താന സൗഭാഗ്യത്തിനുള്ള യോഗം പോലും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാം. സന്തോഷകരമായ നിമിഷങ്ങൾ, സന്തോഷകരമായ ദാമ്പത്യ ജീവിതം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാം. കാര്യങ്ങൾ അത്തരത്തിൽ അനുകൂലമായി തീരുന്ന സാഹചര്യമാണ് ഉണ്ടാവുക. പല വിധത്തിലുള്ള മാറ്റങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരാവുന്ന സമയമാകുന്നു. പല കാര്യങ്ങളും പ്രതികൂലമാണ് എന്ന് വിചാരിച്ചാൽ പോലും അത്തരം കാര്യങ്ങളെ പോലും നിങ്ങൾക്ക് അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കും. മനസ്സിലുള്ള പല വിധത്തിലുള്ള ടെൻഷനുകൾ ഒഴിവാക്കുവാൻ സാധിക്കും. പലപ്പോഴും പല കാര്യങ്ങളിലും തീരുമാനങ്ങൾ കൈക്കൊള്ളുവാൻ സാധിക്കാതെ കുഴങ്ങി പോകുന്നതായ സാഹചര്യങ്ങൾ നിങ്ങൾക്കുണ്ട്. അതിൽ ചില മാറ്റങ്ങൾ വന്നു ചേരും. നിങ്ങൾ എടുക്കുന്നതായ തീരുമാനങ്ങൾ കൃത്യമായിരിക്കും. അതിനാൽ നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കും എന്ന് തന്നെ പരാമർശിക്കാം. കൂടാതെ ഈ സമയം ബുദ്ധി വൈഭവത്താൽ തന്നെ കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുവാനും ബിസിനസ് പരമായും കർമ്മ മേഖലയുമായി ബന്ധപ്പെട്ടും ധനപരമായ നേട്ടങ്ങൾക്ക് അത് കാരണമായി തീരാം. സന്തോഷകരമായ പല നേട്ടങ്ങളും ജീവിതത്തിലേക്ക് വന്നു ചേരാം. കൂടാതെ പല കാര്യങ്ങളും പ്രയാസമാകേണ്ടിയിരുന്ന കാര്യങ്ങളാണ് എങ്കിൽ പോലും അത്തരം കാര്യങ്ങളെ നിങ്ങൾക്ക് അനുകൂലമാക്കി തീർക്കുവാനും നഷ്ടം സംഭവിക്കാൻ തിരിച്ചടികൾക്ക് കാരണമാകുന്ന ചില കാര്യങ്ങൾ ഒഴിവാക്കുവാനും നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. സാമ്പത്തിക സ്ഥിതി നിങ്ങൾക്ക് അനുകൂലമായി തീരും. കൂടാതെ കുടുംബ ജീവിതത്തിൽ അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം. ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങൾ നിങ്ങൾക്ക് ഗുണകരമാക്കി തീർക്കുവാൻ സാധിക്കുന്നു. ഭഗവാന്റെ അനുഗ്രഹത്താൽ സൗഭാഗ്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് തേടിയെത്തും എന്ന് തന്നെ പരാമർശിക്കാം. എന്നാൽ എടുത്തു ചാടി തീരുമാനങ്ങൾ കൈക്കൊള്ളാതിരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്ന സാഹചര്യമായി തന്നെ മാറും. ഭഗവാന്റെ അനുഗ്രഹത്താൽ ഭാഗ്യം കടാക്ഷിക്കുന്ന സമയം കൂടിയാകുന്നു. ഈ സമയം കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കാം. കർക്കിടകം, പുണർദം, പൂയം, ആയില്യം എന്നീ നക്ഷത്രക്കാരാണ് കർക്കിടകം രാശിയിൽ വരുന്നത്. കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കാം. ഭഗവാന്റെ പിറന്നാൾ മുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കുന്ന സാഹചര്യങ്ങളാണ് വന്നു ചേരുക. ആഗ്രഹിച്ചതായ പല കാര്യങ്ങളും ജീവിതത്തിൽ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കും. സന്തോഷകരമായ നിമിഷങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാം. സാമ്പത്തിക സ്ഥിതി നിങ്ങൾക്ക് മികച്ചതായി തീരുന്ന സാഹചര്യമാണ് വന്നു ചേരുക. പല കാര്യങ്ങളും നിങ്ങൾക്ക് പ്രതികൂലമായിരുന്നു എന്നതാണ് വാസ്തവം. അതിൽ മാറ്റങ്ങൾ വന്നു ചേരും. അനുകൂലമായ സാഹചര്യങ്ങൾ സൃഷ്ടിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്ന കാര്യവും പ്രത്യേകം ഓർക്കുക. കൂടാതെ ആഗ്രഹിക്കാതെ തന്നെ ചില കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. അതായത് പ്രതീക്ഷിക്കാതെ തന്നെ പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി തീരും. സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെട്ടും എന്നതാണ് വാസ്തവം. കൂടാതെ സാമ്പത്തികപരമായ കാര്യങ്ങൾ ബിസിനസ് പരമായും നിങ്ങൾക്ക് അനുകൂലമായി തീരാം. മാനസിക ആരോഗ്യം മികച്ചതായി തീരും. കൂടാതെ പല കാര്യങ്ങളും ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്യുവാൻ നിങ്ങൾക്ക് സാധിക്കും. അനുകൂലമായ മാറ്റങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരാവുന്നതായ സമയമാകുന്നു. കൂടാതെ ആത്മാർത്ഥമായ പ്രവർത്തനങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വിജയങ്ങൾ നൽകും എന്ന കാര്യവും ഓർക്കുക. സന്തോഷകരമായ പല മാറ്റങ്ങളും ജീവിതത്തിലേക്ക് തേടിയെത്തുന്നതായ സമയമാകുന്നു. ഗുണദോഷ സമ്മിശ്രമായ പല കാര്യങ്ങളും ഗുണകരമാക്കി മാറ്റുവാൻ നിങ്ങൾക്ക് സാധിക്കും. കാര്യങ്ങൾ കൂടുതൽ അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കും എന്ന് തന്നെ പരാമർശിക്കാം.
ക്ഷമയോടെ തന്നെ കാര്യങ്ങൾ ചെയ്യുവാനും ബുദ്ധിവൈഭവത്തോടെ കാര്യങ്ങൾ കൂടുതൽ അനുകൂലമാക്കി തീർക്കുവാനും ഇവർക്ക് സാധിക്കും. കാര്യങ്ങൾ പൊതുവിൽ അനുകൂലമായി തീരുന്ന സമയമാകുന്നു. ക്ഷമയോടെ തന്നെ കാര്യങ്ങൾ പൂർത്തീകരിക്കുവാൻ ശ്രമിക്കുക. തീരുമാനങ്ങൾ ശരിയായ രീതിയിൽ എടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. സന്തോഷകരമായ പല മാറ്റങ്ങളും ജീവിതത്തിലേക്ക് കടന്ന് വരാവുന്ന സമയം കൂടിയാകുന്നു. കൂടാതെ ഈ സമയം തീരുമാനങ്ങൾ മികച്ചതായി തീരും. കൂടാതെ അലട്ടുന്നതായ പല പ്രശ്നങ്ങൾക്കും പരിഹാരങ്ങൾ കണ്ടെത്തുവാൻ സാധിക്കും. കാര്യവിജയങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കും. ഭഗവാനെ ആരാധിച്ച് തന്നെ ഈ സമയം നിങ്ങൾ മുന്നോട്ട് പോവുക. വൃശ്ചികം, വിശാഖം, അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്രക്കാരാണ് വൃശ്ചികം രാശിയിൽ വരുന്നത്. വൃശ്ചികം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം പലവിധ ദുഃഖ ദുരിതങ്ങൾ അനുഭവിക്കുന്നവരാണ് നിങ്ങൾ. ആരോഗ്യപരമായ പ്രശ്നങ്ങൾ, മാനസികപരമായ ദുഃഖങ്ങൾ, കൂടാതെ ഈ സമയം പ്രധാനമായും കാര്യ തടസ്സങ്ങൾ അനുഭവിക്കുന്നവരാകുന്നു. എന്നാൽ അതിൽ മാറ്റങ്ങൾ വന്നു ചേരാം. ഇത്തരം പ്രശ്നങ്ങളെ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കും. പരിഹാരം പല കാര്യങ്ങളിലും നിങ്ങൾക്ക് വന്നു ചേരുന്നതായ സമയമാകുന്നു. ജീവിതത്തിലെ അസുഖകരമായ പല കാര്യങ്ങളും നിങ്ങൾക്ക് ഒഴിവാക്കുവാനും ഗുണകരമായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ സാധിക്കും. നേട്ടങ്ങൾ വർദ്ധിക്കുവാനുള്ള സാധ്യതകളുണ്ട്. കഠിനാധ്വാനത്തിന് ഫലം കാണുന്നതായ സമയമാകുന്നു. ആരോഗ്യ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരാം. കൂടാതെ ഈ സമയം മികച്ചതായ ഫലങ്ങൾ നിങ്ങളെ തേടിയെത്തുന്നതായ സമയമാകുന്നു. സന്തോഷകരമായ പല മാറ്റങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാം. ക്ഷമയോടെ തന്നെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുവാൻ നിങ്ങൾക്ക് സാധിക്കും. കൂടാതെ ഈ സമയം പ്രധാനമായും സന്തോഷകരമായ പല മാറ്റങ്ങളും നിങ്ങൾക്ക് കൊണ്ടുവരുവാൻ സാധിക്കും. കൂടാതെ ഈ സമയം സാമ്പത്തിക സ്ഥിതി നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കുകയും അത് നിലനിർത്തുവാനും സാധിക്കും. ജോലിയുമായി ബന്ധപ്പെട്ട ടെൻഷനുകൾ അനുഭവിക്കുന്നു എങ്കിൽ അത് ബുദ്ധിവൈഭവത്തോടെ തന്നെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുവാൻ സാധിക്കും. തൊഴിൽ അവസരങ്ങൾ നിങ്ങളെ തേടിയെത്താം. ജോലി ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. കൂടാതെ ബിസിനസ് പരമാണ് എങ്കിൽ പോലും ലാഭം നേടിയെടുക്കുവാൻ സാധിക്കും. നിക്ഷേപങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരാം. കൂടാതെ കാര്യ തടസ്സങ്ങൾ ഒഴിയുകയും കാര്യവിജയങ്ങൾ ഉദ്ദിഷ്ട കാര്യസിദ്ധി ഭഗവാന്റെ അനുഗ്രഹത്താൽ മുന്നോട്ട് വന്നു ചേരും. പ്രധാനമായും നിങ്ങൾക്ക് അല്പം ശ്രദ്ധയോടെ മുന്നോട്ട് പോകേണ്ടതായ ചില കാര്യങ്ങൾ വന്നു ചേരും. അത്തരം കാര്യങ്ങളിൽ നിങ്ങൾക്ക് വ്യക്തമായ ബോധ്യം ഭഗവാന്റെ അനുഗ്രഹത്താൽ വന്നു ചേരും. അതിനാൽ പരാജയം നിങ്ങൾക്ക് ഒഴിവാക്കുവാനും നഷ്ടങ്ങൾ ഒഴിവാക്കി മുന്നോട്ട് പോകുവാനും സാധിക്കും. എന്നാൽ തീരുമാനങ്ങൾ കൈക്കൊള്ളുമ്പോൾ ഭഗവാനെ പ്രാർത്ഥിച്ചതിന് ശേഷം തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നത് ഏറ്റവും അനുകൂലമായി തീരും. പല വിധത്തിലുള്ള ദുഃഖ ദുരിതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഭഗവാന്റെ അനുഗ്രഹത്താൽ ഒഴിഞ്ഞ് പോകുന്നതായ സമയമാകുന്നു. വാഹനയോഗം, ഗൃഹയോഗം തുടങ്ങിയ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരാവുന്നതായ സമയമാകുന്നു. ആഗ്രഹിച്ചതായ പല കാര്യങ്ങളും നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിച്ചു എന്ന് വരാം. കഠിനാധ്വാനത്തിന് ഫലം കാണുന്നതായ സമയമാകുന്നു. പല കാര്യങ്ങളിലും അത് പ്രതിഫലിക്കുന്നതാണ്. പൊതുവിൽ ഭഗവാന്റെ അനുഗ്രഹത്താൽ കാര്യങ്ങൾ ക്രമാതീതമായി അനുകൂലമായി തീരുന്നു എന്ന കാര്യമാണ് നിങ്ങൾക്ക് വന്നു ചേരുക. പല കാര്യങ്ങളും ഒഴിവാക്കേണ്ടതായിട്ടുണ്ട്. അതേക്കുറിച്ച് ബോധ്യം നിങ്ങൾക്ക് വന്നു ചേരുകയും അത്തരത്തിൽ മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കുകയും ചെയ്യും. ഈ സമയം ഭഗവാനെ ആരാധിച്ച് തന്നെ ഈ നക്ഷത്രക്കാർ ഏവരും മുന്നോട്ട് പോവുക. ഗണപതി മന്ത്രങ്ങൾ ജപിക്കുന്നതും അടുത്തുള്ള ഗണേശ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും സർവ്വ ഐശ്വര്യപ്രദം തന്നെയാകുന്നു.